ഇപ്പം ഇന്ന് നമ്മുടെ അടുത്തൊരു ചെയിൻ ലൂബ് വർക്ക് ചെയ്യുന്നുള്ള എക്സ്പൾസ് 4V ആണ്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോവാം. ആദ്യം തന്നെ ചെയിൻ ലൂസണോ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് വലിയ ലൂസൊന്നും കാണാനില്ല, അപ്പോൾ കറക്റ്റ് ടൈറ്റാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലീനിങ് പ്രോസസ്സിലേക്ക് പോവാം. അതിന് മുന്നേ നമ്മൾക്ക് ഈ കവറൊന്ന് അഴിച്ചെടുക്കേണ്ടതുണ്ട്. ഇവിടെ 2 8-ൻ്റെ ബോൾട്ടുകളാണ് വരുന്നത്. ഇതിനകത്ത് മേളിൽ പറഞ്ഞാൽ താഴ്ത്ത് വരണം. അത് 2 റിമൂവ് ചെയ്തിട്ട് കാണാം. 8-ൻ്റെ ടീ ഇടുക, സിമ്പിളായിട്ട് വയ്ക്കുക. 2 ബോൾട്ടും സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. 8-ൻ്റെ ടീ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ എഫേർട്ടൊന്നും ഇല്ലാണ്ട് മെയിനായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കാണ്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ ചെയിൻ ലൂബ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്ത് കണ്ട ഈ ഓയിലും കാര്യങ്ങളൊക്കെ നിന്നിട്ട് നല്ല രീതിക്ക് ചെളി കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാവും. ഇതൊക്കെ പക്കയിൽ ക്ലീൻ ചെയ്തിടാം. അതേപോലെ തന്നെ ഇവിടെയൊക്കെ പക്കയിൽ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചെയിൻ ലൂബ് ചെയ്യാൻ എന്തൊക്കെ ഐറ്റംസ് വേണ്ടെന്ന് നോക്കാം. അതിന് തന്നെ നമുക്കൊരു ചെയിൻ ലൂബ് വേണം നല്ലത്. ഞാൻ ഒരു മോട്ടിയോളിൻ്റെ ചെയിൻ ലൂബാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെയിൻ ക്ലീനർ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ഡീസലായാലും മതി, ഡീസലിന് വാഷ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2 മോട്ടിയോളിലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 500 രൂപയുടെ അകത്താണ് 2 റേറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ചെയിൻ ക്ലീൻ ചെയ്യാൻ ഒരു ബ്രഷ് ഉണ്ട്. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല, 90 രൂപ, 100-120 രൂപ അതിൻ്റെ താഴെയാണ് വരുന്നുള്ളത് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള കോട്ടൺ വേസ്റ്റുകൾ ചെയിനുമേ യൂസ് ചെയ്യാണ്ടിരിക്കുക മാക്സിമം. ഓക്കെ. ഇതേമാതിരത്തെ ക്ലോത്ത് ടൈപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ നൂലുകൾ അതിനിടയിൽ ചെയിൻ്റെ ഓറിങ്ങിൻ്റെ ഇടയിലൊക്കെ ലോക്കാവാൻ ചാൻസ് ഉണ്ട് നമ്മളിത് വെച്ച് വൈപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക മാക്സിമം. ഇങ്ങനത്തെ ഒരു എന്താ പറയുക തുണി ടൈപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് വൃത്തിയിൽ ക്ലീൻ ചെയ്യാം. അത് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് നല്ലോണം വൈപ്പ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ? ഇതുപോലെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കിയത്. മന്തിയെല്ലാം ഉണ്ടാക്കണേ, എന്നാലും പറയാം ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അത് ഇളകി വരണത് കുറച്ച് ടൈം എടുക്കും. ഓക്കെ. അടുത്ത പരിപാടി കിടക്കാം. ഞാൻ ഇതിന് നമ്മളിവിടെ ഒന്ന് ക്ലീനർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മൊത്തം അഴുക്കാണ് കഴിച്ച്, കണ്ടില്ലേ? ഫുൾ പൊടിയാണ് കണ്ട, ഫുള്ള് മണ്ണും ചെളിയായിട്ടിരിക്കണേ. ചെയിൻ നോയ്സ് ഭയങ്കര നോയ്സ് കൊണ്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത്. നമുക്ക് ഏതെങ്കിലും ഒന്ന് പരിപാടി കണ്ട് നോക്കാൻ വേണ്ടെന്ന്. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ ഇടാം. ചെയിൻ ക്ലീനർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇത്ര കഴിഞ്ഞ് നമ്മുടെ ക്ലീനറിൻ്റെ പരിപാടി കഴിഞ്ഞു. ക്ലീനർ മാറ്റി വയ്ക്കാം. നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ ബ്രഷിനാണ്. ബ്രഷ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഇതിലെങ്ങനെ വെക്കുക. ആ ചെടിൻ്റെ ഡസ്റ്റൊക്കെ പക്കയായിട്ട് ഇളകി വരുന്നത് നല്ല ചെളി പോകണോടാ. ഇനി നമുക്ക് വണ്ടി ചെയിൻ്റെ ആ ഒരു ചെളി അടിഞ്ഞെടുക്കണം. അതായത് എത്രത്തോളം ചെളിയാണ് ചെയിനകത്ത് ഉണ്ടാവുക. അതിപ്പോൾ നോർമലി ഓടിയ ഒട്ടുമിക്ക വണ്ടികളിൽ ഈ പരിവായി ഉണ്ടാവും. ന്യൂട്രലൈൻ്റെ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ്റെ ചെളിയൊക്കെ നല്ല രീതിക്ക് ഇളകി വന്നിട്ട് കണ്ട നല്ലോണം ഇളകി ചെയിൻ്റെ ചെടി മൊത്തത്തിൽ ഇങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്കിതൊന്ന് ഇവിടെ ഒന്ന് മൊത്തത്തിൽ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് പക്കയാക്കണം. നമ്മുടെ ഈ ക്ലോത്ത് വെച്ചിട്ട് ചെയിനുമ്പോൾ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞാൽ ടയർ തിരിക്കുന്ന സൈഡ് കൂടെ. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കയ്യിൽ ഫോണായ കാരണമാണ് അങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കാൻ നല്ല രീതിക്ക് പക്കയായിട്ട് വൈപ്പ് ചെയ്ത് ചെയിനത്തെ ചെളിയൊക്കെ കാണാം. നല്ല നീറ്റാക്കി ചെയിനൊക്കെ പക്കയിൽ ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നല്ല നീറ്റായിട്ടുണ്ട് ചെയിൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ കുറേ പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം ചെയിൻ വൈപ്പ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളിങ്ങനെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് വൈപ്പ് ചെയ്തിരിക്കുക മാക്സിമം. അപ്പോൾ നമ്മുടെ കയ്യിന് റിസ്ക് കൂടുതലില്ല. മറ്റേതാകുമ്പോൾ ബ്രഷ് മാത്രമേ ഉള്ളൂ. ബ്രഷ് ഇതിനുള്ളിൽ ബൈ ചാൻസ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബ്രഷ് കയറിപ്പോയാലും നമുക്ക് വലിയ പ്രശ്നം വരില്ല.
പക്ഷെ നിങ്ങൾ വൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തായാലും വണ്ടി ഓഫ് ചെയ്തതിന് ശേഷം ന്യൂട്രലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് സേഫ്. നിങ്ങളടുത്ത് ഇതേപോലൊരു ബ്ലേഡോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുത്താൽ മതി. പക്കയിട്ട് ചെളിയിലേക്ക് ഇളക്കി ഇങ്ങനെ വരും. ബെസ്റ്റ് പരിപാടി. അപ്പം ഇങ്ങനെ ചെളി ഇങ്ങനെ ഇളകിയിട്ട് വരും. ഇതിപ്പോൾ എക്സ്പൾസ് ആയാലും എക്സ്പൾസ് റാലിക്കകത്തായാലും ഇത് സെയിം പ്രോസസ്സാണ്. ഓക്കെ, കാണാം എത്രത്തോളം ഉണ്ടായിരുന്നു ഇതിനകത്തുള്ള അഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറിൻ്റെ ഉൾഭാഗം മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചെയിൻ ലൂബ് അടിക്കുക എന്നുള്ളതാണ്. അവന് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത പരിപാടി നമ്മൾ ചെയിൻ ലൂബ് അടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൂബടി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു മിനിറ്റ് ഇങ്ങനെ ഓടിച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. വെറുതെ നമ്മൾ ചെയിൻ ലൂബ് അടിച്ച ഉടനെ തന്നെ വണ്ടി എടുത്ത് ഒരു പെടപെടക്കരുത്. അപ്പോൾ അടിച്ച് ലൂബൊക്കെ തെറിച്ചു കുറച്ച് നേരം വെക്കുക. അപ്പോൾ ഓറിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക സെറ്റായി വരാം. ഓക്കെ, നമ്മുടെ ഇങ്ങനെ ലൂബ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീലും മൊത്തം ഇങ്ങനെ തെറിച്ച് എല്ലായിടത്തായിരിക്കും. അതൊന്നാമത്തെ കേസ് നമ്മളിത് വണ്ടി ലൂബ് അടിച്ച ശേഷം അപ്പം തന്നെ വണ്ടി എടുത്ത് ഓടിക്കുന്നതുകൊണ്ടാണ്. കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് നേരം എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റത്തോളം വെച്ചോട്ടോ, കുഴപ്പമൊന്നുമില്ല. 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ സെറ്റ് ആയിരിക്കും അത്. ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ ഈ കവർ റീഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഒന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. ഇതിങ്ങനെ എടുക്കുക, ഇത് വെക്കുക, ജസ്റ്റ് ഒന്ന് അകത്തേക്കൊന്ന് ആ കറക്റ്റ് ചെയിനൊന്ന് കറക്റ്റാക്കി ഗ്യാപ്പ് കൂടെ കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ടീ എടുത്ത് കൈ പിടിക്കുക, ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, പിന്നെ അതിലേക്ക് ഇങ്ങനെ ഹോളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക, കറക്റ്റ് അലൈൻമെൻറ്റിൽ വെച്ചിട്ട് ടൈറ്റ് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ അടിയിലത്തെയും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക, എട്ടിനെട്ടി എടുക്കുക, വെച്ച് കൊടുക്കുക, ടൈറ്റ് ചെയ്യുക. ഇത്രത്തോളം ചെയിൻ ലൂബ് അടിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ കൂടുതലൊന്നും അടിക്കേണ്ട. കൂടുതൽ അടിച്ച് കഴിഞ്ഞാൽ തെറിച്ച് വെറുതെ വേസ്റ്റായി പോവുള്ളൂ. നമുക്ക് ഒരു ടിന്നൊക്കെ മേടിച്ചാൽ 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാം. ക്ലീനർ നമ്മൾ അത്യാവശ്യം ക്ലീൻ ചെയ്ത് എടുക്കണ കാരണം എന്താ പറയുക ക്ലീനർ തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡീസലായാലും മതി, നല്ല ഓപ്ഷനാണ്. അല്ലെങ്കിൽ കെറോസിനായാലും മതി, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ചെയിൻ ലൂബിങ്ങിൻ്റെ പരിപാടി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റത്തോളം ആയിട്ടുണ്ടാവും ഇപ്പോൾ വണ്ടി ചെയിൻ ലൂബ് അടിച്ച് വെച്ചിട്ട്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് വീട്ടിൽ വേണമെങ്കിൽ ചെയിൻ ലൂബ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.